ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ എക്സൽ കാൽക്കുലേഷൻസിൽ പലപ്പോഴും മിസ്റ്റേക്സ് വരുന്നതെന്നാണ്. പലരും മെസ്സേജ് ചെയ്യാറുണ്ട്, എല്ലാ ഫോർമുലാസും കറക്റ്റാണ്, പക്ഷേ ഫോർമുലാസ് കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് എറർ മെസ്സേജ് ആണ് വരുന്നതെന്ന് അല്ലേ. അപ്പോൾ നമുക്ക് അറിയണ്ടേ എന്തുകൊണ്ടാണ് അങ്ങനെ മിസ്റ്റേക്സ് വരുന്നതെന്ന്. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഒരു വർക്ക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ എംപ്ലോയി നെയിമും ഡിപ്പാർട്ട്മെൻറ്റും ഹയർ ഡേറ്റും മന്ത്ലി സാലറിയും ഉള്ള ഒരു വർക്ക് ഷീറ്റാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ആനുവൽ സാലറി കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഈക്വൽ ടു സിമ്പിൾ ഇടുന്നു, നമ്മുടെ മന്ത്ലി സാലറി, ദെൻ സ്റ്റാർ സിമ്പിൾ അല്ലേ. മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർ സിമ്പിൾ ആണ്. ദെൻ ഇൻറ്റു 12 ആണ് ചെയ്യേണ്ടത് അല്ലേ. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. 6,54,600 ആണ് നമ്മുടെ ആർക്കുള്ളത്, ലിസയ്ക്കുള്ള സാലറി എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, എല്ലാ സെൽസിലേക്കും ഫോർമുല കോപ്പി ചെയ്യും അല്ലേ. അപ്പോൾ കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സെൽസിലേക്കും വാല്യൂസ് വരുന്നുണ്ട് അല്ലേ. നമുക്ക് ഓരോ ഇക്വേഷൻ എടുത്തിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഓരോ സെൽസും എടുത്തിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് സെല്ല് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർമുല ബാറിൽ ഫോർമുല കാണാം, E2 × 12 എന്നാണ്. അടുത്ത സെല്ല് എടുത്തിട്ടുണ്ടെങ്കിൽ അത് E3 ആവുന്നുണ്ട്, അടുത്ത സെല്ല് എടുക്കുകയാണെങ്കിൽ E4 ആവുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു 10th സെല്ല് എടുക്കുമ്പോൾ നമുക്ക് E10 × 12 എന്നാണ് ഇക്വേഷനിൽ വരുന്നത് ആണല്ലോ. നമ്മൾ ഈച്ച് ടൈം ഫോർമുല കോപ്പി ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ സെൽ വാല്യൂസ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ. ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് റെഫറൻസ് എന്ന് പറയുന്നത്. അതായത് റിലേറ്റീവ് റെഫറൻസ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഫോർമുല കോപ്പി ചെയ്യുന്ന സമയത്ത് ആ സെൽ വാല്യൂസ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ റിലേറ്റീവ് റെഫറൻസ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ബൈ ഡീഫോൾട്ട് എല്ലാ സെൽ റെഫറൻസും എന്തായിരിക്കും, റിലേറ്റീവ് റെഫറൻസ് ആയിരിക്കും. അത് മനസ്സിലായല്ലോ. അപ്പോൾ റിലേറ്റീവ് റെഫറൻസ് എന്താണെന്ന് ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് കാൽക്കുലേഷനിൽ നമ്മൾ ബോണസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈക്വൽ ടു സിമ്പിൾ ഇടുന്നു, നമ്മൾ മന്ത്ലി സാലറി സെലക്ട് ചെയ്യുന്നു, ദെൻ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ, ദെൻ നമ്മുടെ ഈ റേറ്റ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. നമ്മുടെ ബോണസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഫോർമുല താഴേക്ക് കോപ്പി ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, നമുക്ക് 0 എന്നാണ് എല്ലാ സെൽസിലേക്കും വരുന്നത്. 0 ആണോ വരിക? അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മിസ്റ്റേക്ക് ഇവിടെ അല്ലേ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വരുന്നുണ്ടാവുക? ഫസ്റ്റ് സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ E2 × H2 എന്നാണ് വരുന്നത്. H2 എന്ന് പറയുന്നത് ഈ റേറ്റ് ആണ്, അറിയാലോ. ഇനി അടുത്ത സെല്ലിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വരുന്നത് E3 × H3 ആണ്. E3 കറക്റ്റായിട്ട് ഈ സെല്ല് എടുത്തിട്ടുണ്ട്, പക്ഷേ H3 എന്ന് പറയുന്നത് ഈ ഒരു സെല്ലാണ്, ഇതിൽ വാല്യൂസ് ഒന്നും ഇല്ല. നെക്സ്റ്റ് സെല്ല് എടുക്കുമ്പോഴും വരുന്നത് E4 × H4 എന്നാണ്. അതായത് ഈച്ച് ടൈം നമ്മുടെ ഫോർമുല കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ വരുന്നത് ഈ ഒരു സെല്ലുകളിലേക്കാണ്, മനസ്സിലായ. അതായത് വാല്യൂസ് ഒന്നും ഇല്ലാത്ത സെല്ലുകളിലേക്കാണ് റെഫറൻസ് ചെയ്ത് പോകുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, അബ്സല്യൂട്ട് റെഫറൻസ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഫോർമുല എടുക്കുകയാണ്. ദെൻ എവിടെയാണ് ഈ H2നെ മാത്രമാണ് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കേണ്ടത്. എന്താണോ നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത് ആ ഒരു സെല്ല് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ കമ്പ്യൂട്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സിമ്പിളായിട്ട് F4 എന്ന കീ പ്രസ് ചെയ്യുക. അതല്ല നിങ്ങൾ ലാപ്ടോപ്പ് ആണെങ്കിൽ ഫംഗ്ഷൻ കീയും F4ഉം കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് $സൈൻ വരുന്നത് കാണാം. ഓക്കെ, ദെൻ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഫോർമുല ഒന്ന് കോപ്പി ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്ക് എല്ലാത്തിലും ബോണസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. പലപ്പോഴും പലർക്കും വരുന്ന മിസ്റ്റേക്സ് ഇതാണ്. അപ്പോൾ അബ്സല്യൂട്ട് റെഫറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അബ്സല്യൂട്ട് റെഫറൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മളൊരു ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യുന്ന സമയത്ത് അതെപ്പോഴും ഫിക്സ്ഡ് ആയിട്ട് നിൽക്കും. അതാണ് റിലേറ്റീവ് റെഫറൻസും അബ്സല്യൂട്ട് റെഫറൻസും തമ്മിലുള്ള ഡിഫറൻസും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഞാനൊരു ബോണസ് ടിപ്പ് പറയാം. അതായത് നമുക്ക് ഈ ഒരു റെഫറൻസിങ് വേണ്ട എന്നാണെങ്കിൽ പലരും ചെയ്യുന്ന ബാക്ക് സ്പേസ് അടിച്ചിട്ടാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഫംഗ്ഷൻ കീയും F4ഉം കൂടി ഒന്നുകൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ $സൈൻ അങ്ങ് പോയി. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ മിക്സ്ഡ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു ഫോമാറ്റ് ഉണ്ടല്ലോ, അതായത് $2 എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് മിക്സ്ഡ് റെഫറൻസ് എന്നാണ്. അതായത് നമുക്ക് എപ്പോഴാണോ റോ മാത്രം ഫിക്സ് ചെയ്ത് വെക്കേണ്ടത് ആ സമയത്താണ് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ F4 പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഫ്രണ്ടിലേക്ക് വന്നു. $സൈൻ എന്ന് പറയുന്നത് $H2 എന്നായി. അപ്പോൾ $സൈൻ എന്ന് പറയുന്നത് ഫ്രണ്ടിലേക്ക് വന്നു. ഇപ്പോൾ നമുക്ക് കോളമാണ് ഫിക്സ് ചെയ്ത് വെക്കാൻ സാധിക്കുക. ഓക്കെ, ദെൻ വീണ്ടും, അതായത് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ F4 പ്രസ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റും പോയി പഴയ ഫോമിലേക്ക് ഫോർമുല വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ 2 ടൈംസ് F4 പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പഴയ ഫോമിലേക്ക് ഫോർമുല കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.